നമസ്കാരം, ഞാൻ ആൻറ്റോ മൈക്കിൾ. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്നൊരു ചോദ്യമുണ്ട്. വാട്ട് ഡിഡ് ഐ ലേൺ ഫ്രം ടുഡേ? ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? മലയാളത്തിൻ്റെ പുകൾപെറ്റ എഴുത്തുകാരൻ OV വിജയൻ പറഞ്ഞൊരു വാക്യമുണ്ട്. നമ്മുടെ എതിരെ നടന്നു വരുന്ന കാഴ്ചയില്ലാത്ത അന്ധൻ പോലും നമ്മെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ തല ഒന്ന് മുട്ടയടിക്കാൻ വേണ്ടി ഞാനൊരു ഷോപ്പിൽ പോയി. അപ്പോൾ ലക്നൗവിലെ ഒരു ചെറുപ്പക്കാരനാണ് ഈ മഹത്തായ കർമ്മം എനിക്ക് ചെയ്തു തന്നത്. അപ്പം ഞാൻ വെറുതെ പരിചയപ്പെട്ടു. കാരണം ഇങ്ങനെ ഈ മുട്ടയൊക്കെ അടിച്ച് ഞാൻ നവരത്ന ഓയിലൊക്കെ ഇട്ടൊരു ഒരു മസാജൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ അഫ്താബിനോട് സൊറ പറഞ്ഞു. എവിടെയാണ് താമസം? ലക്നൗവിലാണ്. ഇതിന് മുമ്പ് എവിടെയൊക്കെ നിന്നിട്ടുണ്ട്? എറണാകുളത്ത് നിന്നു, ഗോവയിൽ നിന്നു. ഞാൻ ഗോവയിൽ നിന്നിട്ടുണ്ടോ? ആ ഗോവയിൽ എൻ്റെ വാപ്പയ്ക്കൊരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വാപ്പയുടെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അഫ്താബ് എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അയ്യോ സാറേ, ഞാൻ ഗോവയിൽ നിന്നാലൊരു കുഴപ്പമുണ്ട്. എൻ്റെ അടുത്ത മോഹമെന്ന് പറയുന്നത് ഇന്ത്യ വിട്ട് പോവുക എന്നുള്ളതാണ്. ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്ത് ജോലി തേടുക, മെച്ചപ്പെട്ട രീതിയിൽ സമ്പാദിക്കുക എന്നത് എൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ആഹാരം പാചകം ചെയ്യേണ്ടി വരും, ഒറ്റയ്ക്ക് തുണി നനയ്ക്കേണ്ടി വരും. പക്ഷെ ഗോവയിൽ എൻ്റെ വാപ്പയോടൊപ്പം ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും വാപ്പ എനിക്ക് നടത്തി തരും, ആഹാരം ഉണ്ടാക്കി തരും, തുണിയൊക്കെ കഴുകി തരും. അപ്പോൾ വിദേശ രാജ്യത്തിന് പോകുമ്പോൾ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളൊരു പരിശീലനമായിട്ടാണ് ഞാൻ ഈ കേരളത്തിൽ വന്ന്, എനിക്ക് അറിഞ്ഞുകൂടാത്ത നാട്ടിൽ വന്ന് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. നോക്കൂ, അഫ്താബ് എന്നെ വലിയൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. മുടി വെട്ടിക്കാൻ പോയ കടയിലെ എന്നേക്കാൾ പ്രായം കുറഞ്ഞ അഫ്താബ് എന്ന ചെറുപ്പക്കാരൻ ഒരു പാഠം എന്നെ പഠിപ്പിച്ചു. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ നമ്മളെ സഹായിക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകണം. കാട്ടിൽ ഓരോ മരവും ഒറ്റയ്ക്കാണ് എന്നൊരു ചൊല്ലുണ്ടല്ലോ. പറഞ്ഞു തുടങ്ങിയത് ഓരോ ദിവസവും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് വരാറുണ്ട്, ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കാറുണ്ട്, പല്ല് തേക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്, നല്ലതാണ്. അതിനോടൊപ്പം ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇനി കിടന്നുറങ്ങാൻ പോകണം. ചോദ്യം, വാട്ട് ഡിഡ് ഐ ലേൺ ഫ്രം ടുഡേ? ഇന്ന് ഞാൻ എന്ത് പഠിച്ചു? നമുക്കിനിയും ഇതുപോലെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹബിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൾ മീ 9447 000 285. ഞാൻ ആൻറ്റോ മൈക്കിൾ.